കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ വേരറുക്കാൻ കേന്ദ്രം. ഡൽഹിയിൽ നിർണായക ചർച്ച നടക്കുകയാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഛത്തീസ്ഗഡിൽ 11 മാസത്തിനിടെ 200 മാവോയിസ്റ്റ് ഭീകരരെയാണ് വധിച്ചിരുന്നത്. अमित शाह जी से अभी मुलाकात हुई और उनको छत्तीसगढ़ में जो नक्सल गतिविधि चल रही है उसके विषय में अवगत कराया और उनके मार्गदर्शन में और डबल इंजन की सरकार होने के कारण हम लोग बहुत मजबूती के साथ नक्सलवाद के साथ लड़ाई लड़ रहे हैं। पिछले 11 महीनों में करीब 200 नक्सली मारे गए हैं और करीब 600-700 नक्सली आत्मसमर्पण किए हैं और उतने ही की गिरफ्तारी भी हुई है और बहुत ही मजबूती के साथ लड़ाई लड़ रहे हैं। और माननीय प्रधानमंत्री जी और गृह मंत्री जी का जो संकल्प है कि मार्च 2026 तक इस देश से नक्सलवाद ख़त्म करना है, उस दिशा में हमारी छत्तीसगढ़ की सरकार वहाँ के जवान काम कर रहे हैं। ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ വേരോടെ അറുക്കണം എന്നത് പ്രഖ്യാപിത നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും. ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഈ കൂടിക്കാഴ്ചകളുടെയും ചർച്ചകളുടെയും വിശദാംശങ്ങൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ നടന്നത് ഒരു റിവ്യൂ മീറ്റിംഗ് ആണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 11 മാസത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണമാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആഭ്യന്തരമന്ത്രിക്ക് മുമ്പിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണമാണ് അല്പസമയം മുൻപ് പ്രേക്ഷകർ കേട്ടത്. അതായത് കഴിഞ്ഞ 11 മാസത്തിനിടയിൽ 200 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന വധിച്ചിരിക്കുകയാണ്. അത് മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ നക്സലുകളും ഒക്കെ അടങ്ങുന്ന ഈ ചുവപ്പ് ഭീകരതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന 200 ഭീകരവാദികളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 700-നടുത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് സറണ്ടറായി എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞ 11 മാസത്തിനിടയിൽ മാത്രമാണ് ഇത്ര വലിയ ഭീകരവേട്ട സുരക്ഷാ സേനയും സംസ്ഥാന കേന്ദ്ര സർക്കാരും സംയുക്തമായി ഛത്തീസ്ഗഡിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം അടുത്ത കാലത്ത് എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം 2026 മാർച്ച് മാസത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കുമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. അതായത് കൃത്യമായ ഒരു സമയപരിധി തന്നെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകിയിരിക്കുകയാണ്. 2026 മാർച്ച് എന്ന് പറയുമ്പോൾ ഇനിയും കേവലം 1.25 വർഷമാണ്. ആ 1.25 വർഷം കൊണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അതിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട സംസ്ഥാനമാണ്. കാരണം ഈ സംസ്ഥാനങ്ങളിലാണ് ചുവപ്പ് ഭീകരതയ്ക്ക് വർഷങ്ങളായി തന്നെ വലിയ സ്വാധീനമുള്ളത്. നമുക്കറിയാം, ഭാരതത്തിന്റെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന ദണ്ഡകാരുണ്യ വനമേഖല, ആ ദണ്ഡകാരുണ്യ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. റെഡ് കോറിഡോർ എന്നാണ് അതിനെ പൊതുവെ വിശേഷിപ്പിക്കാറ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, ഈ വനമേഖലകൾ, ഈ സംസ്ഥാനത്ത് കൂടി കടന്നു പോകുന്ന ഈ റെഡ് കോറിഡോർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ചുവപ്പ് ഭീകരതയെ ഏതാണ്ട് 70% ഇല്ലാതാക്കുവാൻ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. കാരണം സംസ്ഥാനത്തും ഈ നക്സൽ മാവോയിസ്റ്റുകളോട് കൃത്യമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംസ്ഥാന സർക്കാരുകൾ കൂടി വരണം. പക്ഷേ ഛത്തീസ്ഗഡിലൊക്കെ ഇതിൽ ചില കാലതാമസം ഉണ്ടായത് നമുക്കറിയാം. 2019 മുതൽ 23 വരെ അവിടെ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. അതിനാൽ തന്നെ സ്വാഭാവികമായും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ടയ്ക്ക് ആ ഒരു കാലയളവിൽ കുറച്ച് മന്ദഗതിയിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ
BJP-യുടെ ഭരണമാണ്, ഒഡീഷയിൽ BJP ഭരണമാണ്, ഒരുപക്ഷെ ജാർഖണ്ഡിലും BJP-യുടെ സർക്കാർ എത്തുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായി തന്നെ ഒരു അച്ചടക്കത്തോട് കൂടിയുള്ള ഒരു പ്രതിരോധം ഈ ലെഫ്റ്റിസ്റ്റ് ഭീകരതയ്ക്കെതിരെ എടുക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും ഛത്തീസ്ഗഡ് ആണ് ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനം. അവിടെയാണ് കഴിഞ്ഞ 11 മാസത്തിനിടയിൽ 200 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു എന്ന കണക്കുകൾ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി തന്നെ വിശദീകരിക്കുന്നത്. അനു ശരി.